ഓരോ വിഷുവും ഓരോരോ ഓർമ്മപ്പെടുത്തലുകളാണ്. ചില ഓർമ്മകൾ സന്തോഷത്താൽ മനസ്സ് നിറയ്ക്കും, ചിലപ്പോൾ ചിലത് കണ്ണീരണിയിക്കും, വീണ്ടും വീണ്ടും മനസ്സിനെ വല്ലാതെ കുത്തി നോവിക്കും. ഏതിരുളിലും ആ ഓർമ്മകൾ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും, മായാതെ. മോനപ്പം വരത്തില്ല വിഷുവിന്? ഞാൻ അച്ഛനെയും കൂട്ടി വരാം. മുത്തച്ഛനുമായിട്ടാ രാവിലെ തുടങ്ങിയതാ. ഈ വിഷുവിന് നമ്മൾ നാട്ടിലുണ്ടാകണമെന്ന് അച്ഛൻ്റെ ആഗ്രഹം. കുറേ തവണ വരുമോന്ന് ചോദിച്ചു. എന്താടാ മുത്തച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛനെയും കൊണ്ട് വരണമെന്ന് പറഞ്ഞു. അയ്യോ മോനെ, അച്ഛനിപ്പോ വരാൻ പറ്റില്ല. അച്ഛന് ജോലി തിരക്കുള്ളതല്ലേ. നമുക്ക് അടുത്ത വർഷം പോവാം. അടുത്ത വിഷുവിന് എന്തായാലും മോനെയും കൂട്ടി അച്ഛൻ നാട്ടിൽ പോവും. എല്ലാവരും വരുന്നതല്ലേ, നമുക്ക് കൂടെ ഒന്ന് പോകാവുന്നേ. ഹലോ, അച്ഛൻ വിളിച്ചിരുന്നു. ഒഴിവാക്കാൻ പറ്റുന്ന തിരക്കാണെങ്കിൽ പോയേക്കാം. രവിയെ അവരിങ്ങെത്തി. മുത്തച്ഛന്റെ പൊന്നുമക്കൾ വന്നു. വാട ചക്കര. കണിക്കാലം വന്നല്ലോ, കണിക്കൊന്ന പൂന്തേൻ തന്നല്ലോ, മിഴിച്ചെപ്പിനുള്ളം കൊതിക്കുന്ന നേരം. വിഷുപക്ഷി പാടും പൊന്നീടം, ഇരുന്നു പൊന്നിൻ കൈനീട്ടം, കണി കണ്ടുണരാൻ കൊതിക്കുന്ന ഉള്ളം. വരമരുളോ കണ്ണാ, നിന്നെ കണി കണ്ടുണരുന്നീ നേരം. ഞങ്ങൾ തൊഴുതു വണങ്ങുന്നീ നേരം. വരമരുളോ കണ്ണാ, നിന്നെ കണി കണ്ടുണരുന്നീ നേരം. ഞങ്ങൾ തൊഴുതു വണങ്ങുന്നീ നേരം. വിഷുക്കണിക്കാലം വന്നല്ലോ, കണിക്കൊന്ന പൂന്തേൻ തന്നല്ലോ, മിഴിച്ചെപ്പിനുള്ളം കൊതിക്കുന്ന നേരം. പണ്ടൊക്കെ എല്ലാം ഒരു ആഘോഷമായിരുന്നു. ഓണവും വിഷുവും പെരുന്നാളും എല്ലാം. ഇന്നെല്ലാം പോയി. ഇന്ന് ഈ ആഘോഷങ്ങളെല്ലാം AC ഹോട്ടലിൽ ഒരു സദ്യയിൽ ഒതുക്കുന്നു. നന്നായി മോനെ, അച്ഛന് സന്തോഷമായി. നീ കണ്ട ആഘോഷങ്ങളൊക്കെ നിന്റെ മക്കളും കാണട്ടടാ. ചിലപ്പോൾ അവർ നമ്മെ കാണാൻ കൊതിക്കും. അപ്പോൾ നാം തിരക്കിലാണ്. അവർ ചിലപ്പോൾ മിണ്ടാൻ കൊതിക്കും. അപ്പോഴും നമ്മൾ തിരക്കിലാണ്. ചിലപ്പോൾ അവർക്ക് വേണ്ടത് നമ്മുടെ സാമീപ്യമാണ്. എന്നാൽ നമ്മുടെ തിരക്കൊഴിയുന്നില്ല. ഒടുവിൽ തിരക്കൊഴിഞ്ഞ് നമ്മൾ തിരികെ നടക്കുമ്പോൾ, അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കൊതിക്കുമ്പോൾ